അപ്പൊ ഇന്നലെ ടെലികാസ്റ്റ് ചെയ്ത ആ ന്യൂസ് സ്റ്റോറി മാനിപ്പുലേറ്റഡ് ആണെന്നാണോ നിങ്ങൾ പറയുന്നത്? മാഡം, അത് ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമ്പോൾ ഏതൊരു വീട്ടിലും സംഭവിക്കുന്നത് പോലെ ചില വഴക്കുകളും കലഹങ്ങളും ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. സി മിസ്സസ് പണിക്കർ, നിങ്ങൾ ഇങ്ങനെ ജനറലൈസ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. കിട്ടിയ പരാതിയുടെ ഗ്രാവിറ്റി ബോധ്യപ്പെട്ടിട്ടാവുമല്ലോ കമ്മീഷൻ പരാതി പോലീസിന് കൈമാറിയത്. അന്വേഷിച്ച് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് കൊടുക്കാനാണ് കമ്മീഷൻ ഓർഡർ ഇട്ടിരിക്കുന്നത്. നിങ്ങളുടെ ഭർത്താവ് എവിടെ? ഇവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ? ആളിവിടെ ഉണ്ട്. പക്ഷേ എന്താ, ആൾക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? നല്ല സുഖമില്ലാതിരിക്കുക. എന്താണ് അസുഖം? ബിപിക്ക് അദ്ദേഹത്തിന് മാനസികമായി നല്ല സുഖമില്ലാതിരിക്കുക. അസുഖം പെട്ടെന്നുണ്ടായതാണോ അതോ? കുറച്ചു നാളായിട്ട് ആള് മെന്റലി ഡിസ്റ്റർബ്ഡ് ആണ്. അപൂർവയ്ക്ക് ഇങ്ങനൊരു ജെൻഡർ ഇഷ്യൂ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എത്ര നാളായിട്ടുണ്ടാവും? ഒരു 6 മാസം. അതറിഞ്ഞപ്പോ മുതലാണോ നിങ്ങളുടെ ഭർത്താവിന് ഈ മാനസിക പ്രശ്നം തുടങ്ങിയത്? അല്ല മാഡം, ഈ അടുത്താണ്. അടുത്തെന്ന് പറയുമ്പോ എന്നാ? ഇന്നലെ ഈ സ്റ്റോറി അപ്ലോഡ് ആയത് മുതലാണോ? അല്ല, ഇതുപോലെ ആരെങ്കിലും കേസ് കൊടുക്കാൻ ചാൻസ് ഉണ്ടെന്നറിഞ്ഞാ ചിലർ ഇതുപോലെയൊക്കെ അഭിനയിക്കും. അതുകൊണ്ട് ചോദിച്ചതാ. എവിടെ നിങ്ങളുടെ ഭർത്താവിനെ ഒന്ന് വിളിക്കണം. മാഡം, അത് വിളിക്കണം. പറഞ്ഞത് സത്യമാണെന്ന് എനിക്കിവിടെ ഒന്ന് ബോധ്യമാവണമല്ലോ. വിളിക്ക. ബിപി, ബിപി, ഒരു മിനിറ്റ് വന്നേ. ആരാ? ബിപിയെ കാണാൻ ചിലര് വന്നിട്ടുണ്ട്. വന്നേ. വേണ്ട, എനിക്കാരും കാണണ്ട. ബിപിയെ കണ്ടേ പറ്റൂന്ന് അവര് പറയുന്നേ. ആണോ? വന്നേ, ഞാനില്ലേ കൂടെ. വാ. നടന്നു. വാ. മിസ്റ്റർ വിജയ് പണിക്കർ, ഇരിക്കൂ. നിങ്ങളുടെ മോളുടെ പേരെന്താ? പറയണം. മകളുടെ പേര് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അപ്പൂന്നല്ലേ അതോ അപൂർവ എന്നോ? നിങ്ങൾ അപ്പൂനെ സ്ഥിരം ഉപദ്രവിക്കാറുണ്ടോ? അപ്പു ആണായി ജീവിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലേ? എനിക്ക് പോണം. ഞാൻ പോവാ. മിസ്റ്റർ വിജയ് പണിക്കർ, മനോരോഗി ചമഞ്ഞ് എന്നിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. ചോദിച്ചതിനെല്ലാം നിങ്ങളെ കൊണ്ട് ഉത്തരം ഞാൻ പറയിച്ചിരിക്കും. മാഡം പ്ലീസ്, ഇങ്ങനൊരു അവസ്ഥയിൽ ദയവ് ചെയ്ത് ഈ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, മാനസികമായിട്ട് അത്രയ്ക്ക് മോശം കണ്ടീഷനില്ല എൻ്റെ ഭർത്താവ്. സോ പ്ലീസ്. ശരി, നിങ്ങൾ പൊയ്ക്കോളൂ. അപ്പു ഇവിടെ ഉണ്ടോ? ഇല്ല, അവൾ പുറത്താ. എവിടെ പോയതാ നിങ്ങൾക്കറിയോ? ഇല്ല. ഡു വൺ തിങ്. നാളെ നിങ്ങൾ 3 പേരും ഒരു 11 മണി കഴിഞ്ഞ് എൻ്റെ ഓഫീസിലുണ്ടാവണം. ചോദിക്കാനുള്ളതെല്ലാം ഞാൻ അവിടെ ചോദിച്ചോളാം. മാഡം പ്ലീസ്, ഇത് ഇത്രയും ഇഷ്യൂ ആക്കേണ്ട കാര്യമുണ്ടോ? അപ്പുവിന്റെ തീരുമാനത്തെ ചൊല്ലി അച്ഛനും മോളും തമ്മിലുണ്ടായ ഒരു വഴക്ക് തീർത്തും ഞങ്ങളുടെ കുടുംബ പ്രശ്നമായത്.
ഞങ്ങൾക്ക് തമ്മിലോ മറ്റാരോടോ ഒരു പരാതിയില്ല. പിന്നെ എന്തിനാ മാഡം? സോറി, കുടുംബ വഴക്കെന്ന് പറഞ്ഞ് ഇതങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. വീഡിയോ പ്രൂഫ് സഹിതമാ കമ്മീഷന്റെ മുന്നിൽ പരാതി പോയിരിക്കുന്നത്. എനിക്കിതിന്റെ നിജസ്ഥിതി കണ്ടെത്തി റിപ്പോർട്ട് കൊടുത്തേ പറ്റൂ. അപ്പൊ പറഞ്ഞത് മറക്കണ്ട, ബി ദെയർ അറ്റ് മൈ ഓഫീസ്. 3 പേരും ഉണ്ടായിരിക്കണം, 11 മണി. ഓക്കെ? ഹലോ അമ്മേ. അപ്പോൾ നീ എവിടെയാ? ഞാൻ ഡോക്ടറിനെ കണ്ട് ഇറങ്ങിയതേ ഉള്ളൂ അമ്മേ. കുറച്ച് മെഡിസിൻസ് വാങ്ങണമായിരുന്നു. അപ്പോൾ നീ ഒന്ന് വേഗം വാ, ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ അമ്മേ? എന്താ ഉണ്ടായേ? നിന്റെ ആ സ്റ്റോറി കണ്ടിട്ട് ആരോ മനുഷ്യാവകാശ കമ്മീഷന് VPക്കെതിരെ ഡൊമസ്റ്റിക് വയലൻസിന് പരാതി കൊടുത്തിരിക്കുന്നു. അമ്മയോട് ഇതാരാ പറഞ്ഞേ? അതിനെപ്പറ്റി അന്വേഷിക്കാൻ പോലീസ് വന്നിരുന്നു. അവരെന്താ ചോദിച്ചേ? ഹരിപ്രിയ എന്നൊരു ലേഡി ഓഫീസറിനാണ് അന്വേഷണ ചുമതല. അവരാ ഇവിടെ വന്നിരുന്നത്. എന്നെയും VPയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തു. ആകെ പ്രശ്നമാണെന്ന് തോന്നുന്നു അപ്പു. നിന്നെയും കൂട്ടി നമ്മൾ 3 പേരും നാളെ അവരുടെ ഓഫീസിൽ ഹാജരാകണമെന്ന്. എനിക്കാകെ പേടിയാവുന്നു. VPയുടെ അവസ്ഥയിൽ കേസും കൂടെ ആയാൽ എന്താ ചെയ്യാ? ആ ഓഫീസറാണെങ്കിൽ VPയോട് ഒരു ദയയില്ലാതെ പെരുമാറിയത്. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല അപ്പു. അമ്മ വിഷമിക്കണ്ട. ഞാൻ ഏതായാലും നന്ദകുമാർ സാറിനെ വിളിച്ച് ഇക്കാര്യം അറിയിക്കാം. പറ്റുമെങ്കിൽ ഞാൻ സാറിനെ നേരിട്ട് കണ്ട് സംസാരിക്കാം. എന്ത് വേണമെന്ന് എനിക്ക് രൂപവും കിട്ടുന്നില്ല. അമ്മ ടെൻഷൻ ആവാതെ. വക്കീലിനെ കണ്ടിട്ട് ഞാൻ ഉടനെ വരാം. എന്നിട്ട് എന്ത് വേണമെന്ന് നമുക്ക് ആലോചിക്കാം. ശരി. ചേട്ടാ, വഞ്ചൂർ കോട്ട് റോഡ് വരെ. ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ വളരെ ഗൗരവമായി ഈ ഇഷ്യൂ ശ്രദ്ധിച്ചതുകൊണ്ടാണല്ലോ സ്വമേധയാ കേസെടുത്തതും അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ ഉത്തരവിട്ടതും. അതുകൊണ്ട് വളരെ സീരിയസ് ആൻഡ് സിൻസിയറായ ഒരു എൻക്വയറി ആവും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അല്ല നന്ദൻ, എൻ്റെ സംശയം അതല്ല. ഇപ്പോൾ BP അപ്പുവായിട്ട് അങ്ങനെ ചില ഇഷ്യൂസ് ഉണ്ടായെന്ന് വെച്ച് അതിന് പുറത്തുനിന്ന് ഇങ്ങനെ ഒരു അന്വേഷണത്തിന് ഉത്തരവിടേണ്ട കാര്യമുണ്ടോ? ഇത് തീർത്തും ഒരു കുടുംബ പ്രശ്നമല്ലേ? ഈ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ കണ്ടെത്തി അത് പരിഹരിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനും VPയും ഡിവോഴ്സ് ചെയ്തു, അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്ത് ഞങ്ങൾ വീണ്ടും റീയൂണിയൻ ശ്രമിക്കുകയോ ചെയ്താൽ അതിന് പുറത്തു നിന്നുള്ളവർ എന്തിനാ ഇതിലേക്ക് ഇടപെടുന്നത്? ഒരാളുടെ ഫാമിലി സംഭവിക്കുന്ന തികച്ചും വ്യക്തിപരമായ ഒരു കാര്യമല്ലേ? അതിന് ആ കുടുംബത്തിലുള്ളവർ തന്നെ ആലോചിച്ചൊരു പരിഹാരം ഉണ്ടാക്കിയാൽ പിന്നെ ഇതുപോലുള്ള കേസും എൻക്വയറിയൊക്കെ എന്തിനാ? എനിക്കതാ മനസ്സിലാവാത്തത്. മാഡത്തിൻ്റെ ഈ ഡൗട്ട് വളരെ ജെന്യൂനാണ്. പലർക്കും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നിയമപരമായി അറിവില്ലാത്തത് കൊണ്ടാണ് പല അബദ്ധങ്ങളും സംഭവിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വാക്ക് തർക്കമോ വസ്തു തർക്കമോ, അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിലുള്ള സ്വത്ത് തർക്കമോ, അതും അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്ട്രെയിൻഡ് റിലേഷൻഷിപ്പ്, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ തികച്ചും വ്യക്തിപരമായ ഇഷ്യൂസാണ്. ആ കേസിൽ ഇൻവോൾവ് ആയിരിക്കുന്ന വ്യക്തികൾക്ക് പരാതി ഇല്ലാത്തിടത്തോളം പുറത്തു നിന്നുള്ള ലീഗൽ ബോഡീസ് അതിൽ ഇടപെടാറില്ല. ജീവഹാനിയോ ആൾനാശമോ സ്വത്ത് നശിപ്പിക്കലോ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ തികച്ചും വ്യക്തിപരമായി അവർക്ക് തന്നെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ അപ്പുവിൻ്റെയും VPയുടെയും കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് അതല്ല. അതായത് ജീവിക്കാനുള്ള പൗരന്റെ അവകാശം സംരക്ഷിക്കുന്നതിനും സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിനും
ചൈൽഡ് അബ്യൂസ്മെൻറ്റും ജെൻഡർ അബ്യൂസ്മെൻറ്റും ഇല്ലാതാക്കുന്നതിനു വേണ്ടി നമ്മുടെ നിയമങ്ങളും നിയമ സംവിധാനങ്ങളും പല ഭേദഗതികളും പരിഷ്കാരങ്ങളും നടത്താറുണ്ട്. പരിഷ്കരിക്കപ്പെട്ട അത്തരം നിയമങ്ങൾ വെച്ച് ഒരാൾക്ക് ഇതുപോലുള്ള ഇഷ്യൂസ് പബ്ലിക് ഡൊമൈനിലേക്ക് വളരെ ഈസിയായി കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ അയാളുടെ ഭാര്യയെ വീട്ടിൽ നിരന്തരമായി ഫിസിക്കലി ആൻഡ് മെൻ്റലി ടോർച്ചർ ചെയ്യാറെന്ന് വിചാരിക്കാം. ഭാര്യയ്ക്ക് അതിൽ പരാതിയില്ലെങ്കിൽ പോലും അത് കണ്ടു നിൽക്കുന്ന ആൾക്ക് കോടതിയെയോ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനെയോ സമീപിക്കാം. അയാൾ പറഞ്ഞ കാര്യങ്ങളിൽ കഴമ്പുണ്ടെന്ന് കോടതിക്കോ കമ്മീഷനോ ബോധ്യപ്പെട്ടാൽ കേസെടുത്ത് അന്വേഷിക്കാനുള്ള ഉത്തരവിടാം. പ്രതിഭ പ്രവീൺ എന്ന ജേർണലിസ്റ്റ് പുറത്തുവിട്ട ഈ ന്യൂസ് സ്റ്റോറിയിലൂടെ വിജയ് പണിക്കർ നടത്തിയിരിക്കുന്നത് ഡൊമസ്റ്റിക് വയലൻസും ജെൻഡർ അബ്യൂസ്മെൻറ്റും ആണെന്ന് ഹ്യൂമൻ റൈറ്റ് കമ്മീഷന് നേരിട്ട് ബോധ്യമായതിനാലാണ് കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ഈ കുടുക്കിൽ നിന്നും തലയൂരി എടുക്കാൻ ഇപ്പൊ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ഇപ്പൊ തന്നെ ഒരു 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട് ഇവിടെ. അതിന്റെ കൂടെ ഈ കേസും അന്വേഷണമൊക്കെ ആവുമ്പോ ആകെ ഭ്രാന്ത് പിടിക്കുക. ഈ കൺസേൺഡ് പോലീസ് ഓഫീസർ വിചാരിച്ച എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലേ സർ? വിചാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയേക്കും. പക്ഷേ അവരങ്ങനെ വിചാരിക്കില്ല. അപ്പോ അതിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കമ്മീഷൻ നേരിട്ടിടപെട്ട കേസായതുകൊണ്ട് തികച്ചും പെർഫെക്റ്റ്ലി ഫ്രെയിംഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടായിരിക്കും അവർ ഹാൻഡ് ഓവർ ചെയ്യുക. വിശേഷിച്ചും ഹരിപ്രിയ പോലുള്ള ഒരു ഓഫീസറാകുമ്പോൾ. സാറിന് അവരെ പേഴ്സണലി പരിചയമുണ്ടോ? പരിചയമുണ്ടോയെന്ന് ചോദിച്ചാൽ അത്ര അടുത്ത പരിചയമൊന്നുമില്ല. അവരൊരു ആക്ടിവിസ്റ്റാണ്. അത് മാത്രമല്ല, വളരെ ജെന്യുവൻ ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഉദ്യോഗസ്ഥയാണ് അവർ. സെക്ഷൽ വയലൻസിനും ജെൻഡർ അബ്യൂസ്മെൻറ്റിനുമെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ഒരാൾ. എന്താ പറയുക, ആരുടെയും സ്വാധീനത്തിന് വഴങ്ങാത്ത ഒരു സ്ട്രെയിറ്റ് ഓഫീസർ. ഈ കാരണം എന്തൊക്കെ പൊല്ലാപ്പാണപ്പൂ, ഒന്നും വേണ്ടിയിരുന്നില്ല. നാളെയല്ലേ VP അപ്പൂനെയും ഓഫീസിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്? അതെ, 11 മണിക്ക് എത്താനാ പറഞ്ഞത്. ഈ കണ്ടീഷനിൽ VP എങ്ങനെ കൊണ്ടുവന്നൻ? നാളെ പണിക്കർ സാറിന് CAക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അറിഞ്ഞിട്ട് ഹാജരാവുന്നതാവും സേഫ്. ഏതായാലും ഞാൻ വിജയ് സാറിനോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. എന്നിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. അതാവും നല്ലത്. സാറ് റൂമിൽ തന്നെയല്ലേ? അതെ. ഹലോ സാർ. നമസ്കാരം സാർ. എന്തൊക്കെയുണ്ട് വിശേഷം? സാറിന് എന്നെ മനസ്സിലായോ? അറിയില്ല. അറിയണ്ട. എനിക്കാരെയും അറിയണ്ട. അതുപോട്ടെ. സാറിന് അപ്പൂനെ അറിയാലോ. ഞാൻ അപ്പൂൻ്റെ സുഹൃത്താണ്. പേര് നന്ദകുമാർ. അപ്പോ എനിക്കറിയില്ല. അറിയില്ലെന്നാണോ അതോ സാറിന് അപ്പൂന് ഇഷ്ടമല്ലെന്നാണോ? അതെ, ഇഷ്ടമല്ല അപ്പൂനെ. അപൂർവ ഇഷ്ട. ഓക്കെ. ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ പണിക്കർ സാറൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഞാനോ? ആ, അപ്പവും സാറുമായി എന്തെങ്കിലും വഴക്കോ പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് ഓർത്ത് നോക്കിയേ. എന്താ സാർ, ഞാൻ ചോദിച്ചത് മനസ്സിലായില്ലേ സാറിന്? അതുപോട്ടെ, അപ്പു സാറിൻ്റെ ആരാണെന്ന് ചോദിച്ചാൽ സാറിൻ്റെ മറുപടി എന്താ? എൻ്റെ ആരുമല്ല. എനിക്കിഷ്ടമല്ല. എനിക്ക് ആ പേര് കേൾക്കും വേണ്ട, ആരും കാണുകയും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അപ്പു സാറിൻ്റെ മോളല്ലേ? അല്ല, എൻ്റെ മോളല്ല. എൻ്റെ ആരുമല്ലെന്നേ. ശരി, അപ്പുവിന് സാറിന് ഇഷ്ടമല്ല എങ്കിൽ
അപ്പു സാറിൻ്റെ അടുത്ത് വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ സാർ എന്താ ചെയ്യുക? പറയൂ. അപ്പു ഇപ്പോൾ അടുത്ത് വന്നാ സാർ എങ്ങനെ പെരുമാറുക? ദേഷ്യപ്പെടുവോ അതോ അപ്പുവിനെ ഉപദ്രവിക്കോ? കൊല്ലും ഞാൻ, കൊന്നുകളയും ഞാൻ. എന്തിനാ അവിടെ നിൽക്കുന്നേ? എനിക്കാരെയും കാണണ്ടെന്ന് പറഞ്ഞില്ലേ? ഓ, ഒന്ന് പോയി തരാം അവിടുന്ന്. ഓക്കെ ഞാൻ പോവാം. റിലാക്സ്. ഓ സാർ റിലാക്സ്. ഞാൻ പോവാം. എനിക്കാരെയും കാണണ്ട. നന്ദൻ, BP എന്താ പറഞ്ഞത്? പണിക്കർ സാറിൻ്റെ അവസ്ഥ വിചാരിച്ചതിൽ അല്പം മോശമാണല്ലോ മാഡം. നന്ദന് നേരിട്ടൊന്ന് ബോധ്യമാവട്ടെ എന്ന് കരുതി. അതാ ഞാനൊന്ന് പറയാതിരുന്നത്. മാഡത്തിനോടും അപ്പുവിനോടൊക്കെ ഏകദേശം ഇങ്ങനെ തന്നെയാണോ പെരുമാറ്റം? അപ്പുവിൻ്റെ മുഖത്തൊന്നും നോക്കാറ് പോലുമില്ല BP. അവളെ കാണുമ്പോഴേ ദേഷ്യവും പേടിയൊക്കെയാ. അപ്പു അങ്ങനെ തന്നെയാ. എല്ലാം VPയുടെ അഭിനയമെന്നാ അവളിപ്പോഴും പറയുന്നേ. അപ്പു ഇക്കാര്യം ആദ്യം പറഞ്ഞപ്പോൾ എനിക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു മാഡം. പക്ഷേ ഇപ്പൊ സാറുമായിട്ട് സംസാരിച്ചപ്പോൾ അതങ്ങനെയല്ലെന്ന് മനസ്സിലായി. കഴിഞ്ഞ കഥകളൊക്കെ സാറിന് ശരിക്കും മിസ്സിംഗ് ആണ്. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ചേഞ്ച് അത് വളരെ അത്ഭുതമായിരിക്കുന്നു. പെട്ടെന്നായിരുന്നില്ലല്ലോ നന്ദൻ. നന്ദൻ ആദ്യം ഇവിടെ വരുമ്പോഴും നിന്റെ സൂചന VPയിലുണ്ടായിരുന്നല്ലോ. യെസ്, എനിക്ക് ഓർമ്മയുണ്ട്. അല്ല, ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയാൽ ഡോക്ടറെ ആരെങ്കിലും കാണിക്കണം. പെട്ടെന്ന് BP അതിന് സമ്മതിച്ചൊന്നും വരില്ല. പിന്നെ എനിക്ക് മാനസികമായി തയ്യാറെടുക്കാൻ കുറച്ച് സമയം വേണം. അപ്പവും ഫിസിക്കലി ഓക്കെ അല്ലാത്തൊരു സ്റ്റേജിലാ. അവക്കും സർജറി ഉടനെ വേണ്ടിവരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പു പറഞ്ഞു. രണ്ടുപേരുടെയും കാര്യം മാനേജ് ചെയ്യാൻ മാഡത്തിന് നല്ല ബുദ്ധിമുട്ടായി അല്ലേ? അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള ധൈര്യത്തിലായിപ്പോ. സഹായത്തിന് ഒരാളെ നോക്കിക്കൂടെ മാഡം? അതാവുമ്പോൾ മാഡത്തിന് ഇത്രയും സ്ട്രെയിൻ എടുക്കണ്ടായിരുന്നു. നോക്കണം. അപ്പു എൻ്റെ സർജറി കഴിഞ്ഞിട്ടാവട്ടെ എന്ന് വിചാരിച്ചിരിക്കുക. ജോബിന് എന്താ വിളിച്ചത് അപ്പു? നാളെ ചെക്കപ്പിന് ഡേറ്റ് ബ്ലോക്ക് ചെയ്തിട്ടെന്ന് ചോദിക്കാൻ വിളിച്ചതാ. എന്നിട്ട് ബുക്ക് ചെയ്തോ? നാളെയല്ലേ CA മുഖം കാണിക്കാൻ പോകേണ്ടത്. ഞാൻ ഡോക്ടറോട് നാളെ കഴിഞ്ഞൊരു ഡേറ്റ് നോക്കാൻ പറഞ്ഞു. അല്ല, നന്ദൻ സാർ VPയോട് സംസാരിച്ചിട്ട് എന്തായി? നാളെ CA കാണാൻ VP വില്ലിംഗ് ആണോ? ഏയ് ഇല്ല അപ്പോ. ഈ അവസ്ഥയിൽ വിജയ് സാറിനെ അങ്ങോട്ട് കൊണ്ടുപോകാതിരിക്കുന്നതാ നല്ലത്. സാറിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ദോഷകരമായി എന്തെങ്കിലും വീണ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അഥവാ അങ്ങനെ എന്തെങ്കിലും കമൻറ്റ് സാറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായാലും മെൻ്റലി അൺഫിറ്റ് ആയതുകൊണ്ട് കോടതിയിൽ അതൊന്നും സ്റ്റാൻഡ് ചെയ്യാൻ പോകുന്നില്ല. എങ്കിലും നമ്മളായിട്ട് അതിനൊരു ചാൻസ് കൊടുക്കാതിരിക്കുന്നത് നല്ലത്. അപ്പോ നാളെ VPയെ കൊണ്ടുപോകണ്ടെന്നാണോ പറയുന്നത്? അതെ, ആ ഓഫീസർ ഇവിടെ വന്നപ്പോൾ സാറിൻ്റെ അവസ്ഥയ്ക്ക് നേരിട്ട് കണ്ടതാണല്ലോ. അതുകൊണ്ട് നമ്മൾ കള്ളം പറയുന്നില്ല എന്ന് അവർക്ക് ബോധ്യമായിക്കോളും. ഭർത്താവിനെ തനിച്ചാക്കി ഒറ്റയ്ക്ക് വരാനാവില്ലെന്ന് കാണിച്ച് CAക്ക് ഒരു കത്ത് കൊടുത്താൽ മതി. അപ്പോ ഞാനും ചോദ്യം ചെയ്യലിന് ഹാജരാവണ്ടെന്നാണോ? അപ്പോൾ നാളെ വരെ കാണുന്നത് തന്നെയാണ് നല്ലത്. എല്ലാവരും കൂടെ മാറി നിൽക്കുമ്പോൾ അവർക്കത് ഡൈജസ്റ്റ് ആയില്ലെങ്കിലോ? എങ്കിൽ നാളെ തന്നെ ഞാൻ പോയി CA കണ്ടോളാം. സാറ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ധൈര്യമായേനെ. അതിനെന്താ, ഞാൻ വരാലോ. നാളെ അധികം തിരക്കില്ലാത്ത ദിവസമാണ്. അപ്പോൾ രാവിലെ എൻ്റെ ഓഫീസിലേക്ക് വന്നാൽ മതി. നമുക്ക് അവിടെ നിന്ന് ഒരുമിച്ച് പോവാം. ശരി സർ. മാഡത്തിൻ്റെ VP സാറിൻ്റെ കത്ത് ഞാൻ പ്രസൻറ്റ് ചെയ്തോളാം. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. അപ്പോൾ നാളെ കാണാം. ഓക്കെ സർ.